ഞാൻ മുഴുവൻ ഭ്രാന്തനാണ്. ഞാൻ ഭയങ്കര ഓപ്പണായിട്ട് ഞാൻ പറയുന്ന കാര്യം. ഞാൻ തന്നെ വണ്ടർ അടിച്ചു പോകും. ഇതിങ്ങനെ റിവീൽ ചെയ്യുന്ന സമയത്ത് അവരുടെ കണ്ണിൽ ആ ഒരു തിളക്കം കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടും. ഒരുപാട് ഫാക്ടേഴ്സ് കൂടി ഒരുമിച്ച് വന്നാലേ ഈ പരിപാടി സക്സസ് ആവുള്ളൂ. ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട് ഐ ബ്ലിങ്കിങ്ങിൻ്റെ റേറ്റ് ഇപ്പോൾ ഇച്ചിരി കൂടി. ശരിക്കും ഞാൻ മെൻ്റലിസം അല്ല ഞാൻ ലിമിറ്റ് ചെയ്യേണ്ടത്, ഈ പരിപാടിയാണ്. ആ റീസൺ കൊണ്ടല്ലാത്തത് എന്ന് പഠിച്ചു തുടങ്ങുന്ന ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. അവിടെ അത് ബാലൻസ്ഡ് ആവും. ക്ലാരിറ്റി ഇല്ലായ്മയാണ് ആക്ച്വലി ഓവർ തിങ്കിങ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മനസ്സൊന്നും ആർക്കും ശരിക്കും വായിക്കാൻ പറ്റില്ല. ഐ ആം ഫൈൻ ഇംഗ്ലീഷിൽ ഒറ്റ അർത്ഥമാണ്, പക്ഷേ ഈ 6 പേരുടെയും ഐ ആം ഫൈനിന് 6 ഡിഫറെൻറ്റ് മീനിങ്സ്. സൈക്കോളജി ഇൻവോൾവ് ആണെന്ന് പറയുന്നതിൽ തന്നെ വലിയൊരു തെറ്റിദ്ധാരണ ആൾക്കാർക്ക് ഉണ്ടാവാം. ഈ ഒരു ആർട്ട് ഇപ്പോൾ ഭയങ്കര ഒരു ചീപ്പ് ബിസിനസ്സായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മെന്റലിസ്റ്റ് അനന്തുവാണ് ഇന്ന് കൂടെ ഉള്ളത്. ഹായ് അനന്തു, വെൽക്കം. താങ്ക് യു. അപ്പം എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഷോസ് തന്നെയാണ്, ഷോസ് പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നു. സീക്രട്ട് ലെറ്റർ അത് തന്നെയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള പുതിയ വിശേഷം. ശരിക്കും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. എനിക്ക് ഇതുവരെ അറ്റൻഡ് ചെയ്യാനും പറ്റിയിട്ടില്ല. വാ, ഒരു ദിവസം വാ, ഉറപ്പായിട്ടും വരും. അപ്പം നമുക്ക് സീക്രട്ട് ലെറ്ററിനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങിയാലോ. അതായത് ഇപ്പം ഒരുപാട് പേര് അറ്റൻഡ് ചെയ്തിട്ട് ഒരുപാട് പേരുടെ ഒരു റെസ്പോൺസ് കേട്ടു. ഞാൻ കുറെ വീഡിയോസ് കണ്ടപ്പോഴാണെങ്കിലും പലരും ഒരു സിനിമ കണ്ട എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് രീതി തന്നെ ഒന്ന് പറഞ്ഞു തുടങ്ങിയായിരുന്നു. ഞാനൊരു സിനിമാ ഭ്രാന്തനാണ്. അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടോട്ട് ഞാൻ സിനിമകൾ ഇങ്ങനെ എടുത്ത് കാണും. അപ്പോൾ ഈ സിനിമ കാണുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ബേസിക് അതായത് ഒരു സിനിമ എങ്ങനെ ആൾക്കാരെ എൻഗേജ് ചെയ്യണം, എങ്ങനെ സിനിമയിൽ എൻഗേജ്മെൻറ്റ് എലമെൻറ്റ്സ് കൂട്ടണം, ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷോയിലേക്ക് വരുന്ന സമയത്തും ആ എലമെൻറ്റ്സ് കുറച്ചുകൂടെ ഹൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് സ്ക്രിപ്റ്റിംഗ് സമയത്തെ അത് ഞങ്ങൾക്കൊരു ഒരു നോർമൽ ഒരു ഷോ കഴിഞ്ഞ് കണ്ടു പോകുന്നതിനപ്പുറത്തേക്ക് ആൾക്കാരെ വീട്ടിൽ ചെന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ വരണം, അല്ലെങ്കിൽ കുറച്ച് ദിവസം അവരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ ആദ്യമേ ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലാതെ എന്തായാലും ഈ ഷോയ്ക്ക് വരുന്ന ആൾക്കാർ എന്തായാലും അത്രയും സ്ട്രെസ്ഫുൾ അല്ലെങ്കിൽ അവരുടെ ഒരു ഡെയിലി ഹെക്റ്റിക് ഷെഡ്യൂളിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു 2 മണിക്കൂർ റിലാക്സ്ഡ് ആവാനായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അന്നേരം ആ വരുന്നത് വേർത്താക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർച്ച് പരിപാടിയൊക്കെ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഔട്ട്കം ആണ് ആക്ച്വലി ആ റിസൾട്ട്. ഇപ്പം ഈ ഒരു സ്റ്റേജിൽ റിപ്പീറ്റ് ചെയ്തത് ഇപ്പുറത്ത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രോസസ്സും കൂടെ ഉണ്ടാകുമല്ലോ. അത് ഭയങ്കര ടാസ്ക് ആണ്. ബേസിക്കലി ഇങ്ങനെ ഒരു ഷോയിൽ ഇതിൻ്റെ അകത്ത് കുറേ പ്രൊഡക്ഷൻ എക്സ്പെൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എക്സാക്ട്ലി നമുക്ക് അങ്ങനെ എല്ലാ സാധനങ്ങളും അങ്ങനെ മാറ്റി ചെയ്യാൻ പറ്റില്ല. കാര്യം ഇതിൽ അത്യാവശ്യം പ്രൊഡക്ഷൻ കോസ്റ്റ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വലിയ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് ഓരോ ഷോയ്ക്കും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്റ്റുകൾ വരുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റേജിലേക്ക് വരുന്ന ആൾക്കാരെല്ലാം വേറെ വേറെ ആൾക്കാരാവുന്നതുകൊണ്ട് അവിടെ സ്പോട്ടായിട്ട് ഇംപ്രവൈസേഷൻസ് വരും. ഇപ്പോൾ ഇന്നത്തെ ഷോയ്ക്ക് വന്ന ഒരാളുടെ അടുത്ത് ഞാനിപ്പോൾ ചുമ്മാ ചോദിക്കുന്നു, മനസ്സിലൊരു പാട്ട് ആലോചിക്കാൻ പറയുന്നു. അപ്പോൾ അയാൾ ആലോചിച്ച പാട്ടായിരിക്കില്ല അടുത്ത ദിവസം വരുന്ന ആൾ ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില മൈന്യൂട്ട് ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലും ബാക്കിയുള്ള ഒരു സ്ക്രിപ്റ്റ് പാറ്റേൺ എല്ലാം സെയിം ആയിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ഇംപ്രവൈസേഷൻ്റെതായിട്ടുള്ള ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ അപ്പം ശരിക്കും എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരെ നമുക്ക് മെൻ്റലിസമാണ് പരിപാടിയാണെന്നൊക്കെ പറഞ്ഞുതരും. ഈ ആൾക്കാർ ഡിഫെൻസീവായിട്ടൊക്കെ വന്ന് സ്റ്റേജിലേക്ക് വരുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അവരെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഒരു ആക്ട് ആക്ച്വലി ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കോർ എലമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് അതിൽ ഇൻവോൾവ് ആവണം. ചില ആൾക്കാർ ഇൻവോൾവ് ആയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ചില ആൾക്കാരുണ്ട് അവർ ഞാൻ തന്നെ വണ്ടർ അടിച്ചു പോകും. ഇതിങ്ങനെ റിവീൽ ചെയ്യുന്ന സമയത്ത് അവരുടെ കണ്ണിൽ ആ ഒരു തിളക്കം കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടും. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. നമ്മൾ ട്രസ്റ്റ് ചെയ്ത് നിൽക്കണം എന്നാണ് അല്ലേ? അതെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാപ്പനിങ് ആണ്. ആ വരുന്ന ആൾക്കാരെ, അതായത് മൊത്തം ഒരുപാട് ഫാക്ടേഴ്സ് കൂടി ഒരുമിച്ച് വന്നാലേ ഈ പരിപാടി സക്സസ് ആവുള്ളൂ. അതിൻ്റെ ടെക്നിക്കൽ സൈഡ്, സൗണ്ട്സ്, LED പരിപാടി എല്ലാം പക്ക പടപടയുന്ന ആ സാധനങ്ങൾ ടക്കന ഈ സ്പോട്ട് ലൈറ്റ് വരണം, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ, പിന്നെ ഈ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഈ ആൾക്കാർ സ്റ്റേജിലേക്ക് എടുക്കാൻ വരുന്ന സമയം അതുവരെ ലാഗിങ്ങിലേക്ക് പോകും. ഇപ്പോൾ ഏറ്റവും ബാക്കിൽ നിന്ന് ഒരാൾ വരാനെടുക്കുന്ന ഒരു മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ 1 മിനിറ്റ് ലാഗിങ് ആണ്. അപ്പോൾ ആ ലാഗിങ് മാനേജ് ചെയ്യാൻ ഞാൻ മെൻ്റലി വർക്ക്ഔട്ട് ചെയ്യണം ആ സമയത്ത്. അവിടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ അത് പണിയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ഫാക്ടറുകളും ഒരുമിച്ച് ഭംഗിയാവുമ്പോൾ ആ ഷോയും ഭംഗിയാവും. അതുപോലെ ഇപ്പോൾ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ ഒരു മിഡൊക്കെ ആവണം. അപ്പോഴായിരിക്കും എനിക്ക് അവരെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. പക്ഷെ അതും തൊട്ട് ഭയങ്കര വൈബിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് അത് കണക്റ്റ് ആവും. അവരിൽ നിന്ന് ആ ഓരോ എനിക്കും കിട്ടും. അത് പിന്നെ അത് പ്രതിഫലിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റും. ഈ ശരിക്കും പലരും പറയാറുണ്ടല്ലോ ഈ മെൻ്റലിസം ഒരാളുടെ ഈ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നൊക്കെ. ശരിക്കും അനന്തു ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു മെൻ്റലിസ്റ്റ് എന്ന രീതിയിൽ ഇതിൻ്റെ ഒരു ലിമിറ്റ് എവിടെയാണ് തീരുമാനിക്കുന്നത്? ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിലൊന്നും അങ്ങനെ ഇതൊന്നും പെർഫോം ചെയ്യാനില്ല. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും പോയി ഇത് ലൈക്ക് ഫ്രണ്ട്സൊക്കെ കൂടിയിരിക്കുന്നു, ആടാ വാടാ സാധനം ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ചുമ്മാ നമ്മളിപ്പോൾ
എവിടെയെങ്കിലും നമ്മളിപ്പോൾ ഷോപ്പിൽ എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് ആൾക്കാർ വന്ന് ക്യൂരിയോസിറ്റി കൊണ്ട് ഇഷ്ടം കൊണ്ട് ചോദിക്കും എന്തെങ്കിലും ചെയ്യാവോ എൻ്റെ മനസ്സിലുള്ള കാര്യം. പക്ഷേ അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഞാനൊന്ന് ലിമിറ്റ് ചെയ്യും. കാര്യം ഒരു ആർട്ട് ഫോം അല്ലേ, അങ്ങനെ ഒരു നമ്മളൊരു പച്ചക്കറി കടയിലൊക്കെ വെച്ച് ചെയ്യേണ്ട ഒരു സാധനമല്ലല്ലോ. അപ്പോൾ കുറേ ഞാൻ ലിമിറ്റ് ചെയ്യാറുണ്ട് ആക്ച്വലി ആർട്ട്. നമ്മൾ ഇപ്പോൾ കുറച്ചുകൂടെ കോപ്പിറൈറ്റഡ് ലീഗലി കുറച്ച് പരിപാടിയും കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ കൂടുതലും അതിനെ ഒരു സ്റ്റേജ് എൻ്റർടൈൻമെൻറ്റ് ആക്ട് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ബിയോണ്ട് സ്റ്റേജ് ഒരുപാട് ലിമിറ്റേഷൻസ് ഞാൻ വയ്ക്കാറുണ്ട്. പിന്നെ അത് മെൻ്റലിസം എന്ന് പറയുന്ന ആർട്ട് ഫോം ആ ഒരു ആർട്ടായിട്ട് ചെയ്യുന്ന സമയത്ത്, പിന്നെ ബിയോണ്ട് ദിസ് എനിക്ക് ഇഷ്ടമുള്ള വേറെ കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. ഈ ബിഹേവിയർ പ്രൊഫൈലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടേ ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഐ ബ്ലിങ്കിങ്ങിൻ്റെ റേറ്റ് ഇപ്പോൾ ഇച്ചിരി കൂടി, നേരത്തെ കുറവായിരുന്നു. ഇപ്പം സ്മൈൽഡ് ഇപ്പോൾ ഈ സാധനമില്ലേ, ഈ ഒരു മുടിയിലേക്ക് ഇങ്ങനെ ആക്കിയ സാധനമില്ലേ, അതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇപ്പം ഞാൻ നോട്ടീസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഇങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീണ്ടും ചിരി വന്നു. ഇതൊരു ബേസിക് ഒബ്സർവേഷണൽ പരിപാടിയാണ്. ഇത് മെൻ്റലിസത്തിൽ അങ്ങനെ ഡീപ്പായിട്ടൊന്നും വരുന്നില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഈ സബ്ജക്റ്റ് കൂടുതൽ പഠിക്കുന്നുണ്ട്. അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഞാൻ മെൻ്റലിസം അല്ല ഞാൻ ലിമിറ്റ് ചെയ്യേണ്ടത്, ഈ പരിപാടിയാണ്, ഈ ഒബ്സർവേഷനാണ് ശരിക്കും ഞാൻ ലിമിറ്റ് ചെയ്യേണ്ടത്. അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഞാൻ എല്ലായിടത്തും ചെന്നിട്ട് അവരത് ചെയ്തു ഇത് ചിലപ്പോൾ എല്ലാ തവണയും ചിലപ്പോൾ എൻ്റെ അസംഷൻസ് ശരിയാവണമെന്നില്ല. ചിലപ്പോൾ അവരുടെ ബേസിക് ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം, അവർ ചിലപ്പോൾ അത് ചെയ്തത് ചിലപ്പോൾ അവരുടെ ബേസിക് ജസ്റ്റർ ആവാം. അപ്പോൾ അത് ഇങ്ങനെ ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീട്ടിലൊക്കെ ചെന്നിട്ട് ഒരു കപ്പിൾസിൻ്റെ ഇടയിൽ ചെന്നിട്ട് ഇപ്പം അങ്ങനെ ചെയ്തു കേട്ടോ, അത് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ, അത് പ്രശ്നമായില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ലിമിറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ ലിമിറ്റഡ് ആക്കാനുള്ള ഒരു പേഴ്സണൽ ലൈഫിൽ ഇത് അഫക്ട് ചെയ്ത് തുടങ്ങിയ സമയത്താണ് ഞാനിത് ചവിട്ടി തുടങ്ങിയത്. ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഒരാൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് കള്ളത്തരം കണ്ടുപിടിക്കുക, ലൈ ഡിറ്റക്ഷൻ്റെ കുറേ പരിപാടികൾ ഞാൻ റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ സബ്ജക്റ്റ്, കോർ സബ്ജക്റ്റ്. അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരാൾ വന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഒബ്സർവ് ചെയ്യും അയാളുടെ എക്സ്പ്രഷൻസ് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആദ്യമൊക്കെ എനിക്കിത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അയ്യോ, അതായത് നമുക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കും, അവർ വന്നിട്ട് നമ്മളടുത്ത് എന്തെങ്കിലും കാര്യം ഹൈഡ് ചെയ്യുമ്പോഴൊക്കെ അയ്യോ നമ്മൾ തന്നെ ഓവർ തിങ്ക് ചെയ്യും. അയ്യോ അത് അവരങ്ങനെ ചെയ്തല്ലോ, അപ്പോൾ അവരുടെ ഇമോഷൻ മാറിയല്ലോ, അപ്പോൾ അവരെ നമ്മളടുത്ത് കള്ളം പറയുകയാണോ. അപ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ചെയ്യും. അതായത് അവരുടെ അടുത്തുള്ള ഇൻഡിവിജ്വൽ കണക്ഷനെ അത് ബാധിക്കും, ഇമോഷണൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ടൊരു പോയിന്റിൽ വെച്ചിട്ട് അതെല്ലാം ചവിട്ടിയിട്ട് അതിനെ ഒപ്പോസ് ചെയ്ത് ഞാൻ അതിനെ റിവേഴ്സ് സൈക്കോളജി പഠിക്കാൻ തുടങ്ങി. അതായത് ഇതിങ്ങനെ അല്ല എന്ന് ഉള്ളത്, അതായത് ഇപ്പം കണ്ണടച്ചു എന്നുള്ളൊരു സാധനം അത് ഇന്ന റീസൺ കൊണ്ടാണെന്ന് എഴുതി വെച്ചത് നമ്മൾ പഠിച്ചു. ഇനി അത് എവിടെയൊക്കെയാണ് ആ റീസൺ കൊണ്ടല്ലാത്തത് എന്ന് പഠിച്ചു തുടങ്ങുന്ന ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. അവിടെ അത് ബാലൻസ്ഡ് ആവും. വ്യക്തമായില്ല, മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്കൊന്ന് പ്രോസസ് ആവാൻ ഇത്തിരി ടൈം എടുക്കുന്നത്. നമുക്കേ ഇതൊന്നും സംസാരിക്കണ്ട, ഇതൊക്കെ ഇങ്ങനെ കാട് കയറി പോകും. നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് ചായ കുടിച്ച് പറയാം. അല്ല, ഇപ്പൊ ഈ ഓവർ തിങ്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഈ മെന്റൽ ഹെൽത്തും സ്ട്രെസ്സും ഒക്കെ ഒരുപാട് ചർച്ചയാവുന്ന ഒരു ടൈമാണ്. ഈ മെന്റലിസത്തിന്റെ എന്തെങ്കിലും ടെക്നിക്ക് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? മെൻ്റലിസത്തിൻ്റെ ടെക്നിക്ക് ആക്ച്വലി അത് ഫിസിക്കലായിട്ടുള്ള കുറേ ടെക്നിക്സ് ആണ്. അതൊന്നും അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. സൈക്കോളജിക്കലായിട്ടുള്ള സൊല്യൂഷൻസ് ആണ് നമുക്കിതിന് യൂസ് ചെയ്യാൻ പറ്റുക. സൈക്കോളജിക്കലായിട്ടുള്ള കൺസൾട്ടേഷൻ തന്നെയാണ് അതിന് ബെറ്റർ ഓപ്ഷൻ. അല്ലാതെ മെൻ്റലിസം കൊണ്ട് ഓവർ തിങ്കിങ് ഒന്നും മാറ്റാനൊന്നും പറ്റില്ല. എന്നാൽ പിന്നെ ഞാനൊക്കെ ഇപ്പം ഇതിൻ്റെ പകുതികളിൽ ഞാൻ ഇവിടെ ഒന്നും പറയില്ല. ഇതൊക്കെ എന്തോ ചിന്തിച്ചു കൂട്ടിയ ഭ്രാന്തുകൾ കൊണ്ടാണ് ഞാൻ പ്രശ്നമുണ്ടല്ലേ എനിക്കുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് പറയുക, ഈ ഓവർ തിങ്കിങ് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ക്ലാരിറ്റി ഇല്ലായ്മയാണ് ആക്ച്വലി ഓവർ തിങ്കിങ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മൾ വിഷമിക്കുന്ന ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. വാട്സപ്പിൽ നമ്മൾ ഒരാൾക്ക് ഒരു എക്സാമ്പിളാണ്. വാട്സപ്പിൽ ഒരാൾക്ക് ഒരു മെസ്സേജ് അയച്ചു, അയാളത് കണ്ടു, നീലട്ടിക്ക് വീണു, അയാൾ റിപ്ലൈ തരുന്നില്ല. ഒരു ദിവസമായി 2 ദിവസമായി റിപ്ലൈ തരുന്നില്ല. ഈ 2 ദിവസം നമ്മളിതിങ്ങനെ ആലോചിച്ചിരിക്കും. അതേസമയം ആലോചിച്ച് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര വീക്കാവും. അതേസമയം നമ്മൾ റോഡിൽ കൂടെ പോകുന്നു, പെട്ടെന്നൊരു ലോറി വന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ട് നമ്മളിവിടെ നിൽക്കുന്നു, ലോറി ഇങ്ങനെ വന്ന് ഇടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്ന് തട്ടി നമ്മുടെ കയ്യിൽ ചെറിയൊരു ഇരുമ്പ് കൊണ്ടിട്ട് സ്ക്രാച്ചായി രക്തം വരുന്നുണ്ട്. അത് നമ്മൾ ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇല്ല, അയ്യോ ലോറി തട്ടി രക്തം വരുന്നുണ്ട്, കാര്യം അത് കഴിഞ്ഞു, അത് ഓൾറെഡി കഴിഞ്ഞു. കാര്യം ഒരു ക്ലാരിറ്റി ഉണ്ട്, നമുക്കൊരു വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഉണ്ട്, അത് കഴിഞ്ഞു. ശരിക്കും അതാണ് പെയിൻഫുൾ. നമ്മുടെ ഫിസിക്കലി നമ്മൾ മുറിഞ്ഞു എല്ലായി, പക്ഷെ എപ്പോഴും നമ്മളുടെ മനസ്സിൽ ആ 2 ടിക്ക് എന്തുകൊണ്ടാണ് അയാൾ റിപ്ലൈ തരാത്തത് എന്നുള്ളതായിരിക്കും നമ്മളെ കൂടുതൽ പെയിൻഫുൾ ഇതിലോട്ട് കൊണ്ടുപോകുന്നത്. ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഓവർ തിങ്കിങ്ങിന്റെ മെയിൻ റീസൺ എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സാധനമാണ്. അല്ല, അത് പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ തോന്നുന്നു. നമ്മൾ ഫിസിക്കലി വരുന്നത് അത്ര കെയർ ചെയ്യാറില്ല,
മെന്റൽ സ്ട്രെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കും. അതെ, ഇതൊന്നും വേണ്ട കേട്ടോ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാട് കയറി വിട്ടു. ഓക്കെ, നമുക്കിത് മാറ്റി വെക്കാം. മെന്റലിസം മാറ്റി വെച്ചു. ഓക്കെ, മെന്റലിസം മാറ്റി വെച്ചാൽ അനന്തുവിനെ മാത്രമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അനന്തു ഏറ്റവും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആഗ്രഹങ്ങളുണ്ട്? ഇപ്പൊ യാത്രകൾ, ഇഷ്ടമുള്ള ഫുഡുകൾ, സിനിമ ഓൾറെഡി ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്താണ് ഇതിൽ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത്? യാത്രകൾ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ എൻ്റെ ഞാൻ നിൽക്കുന്ന ഇൻഡസ്ട്രി കാരണം എനിക്ക് ഒരുപാട് യാത്ര, നമ്മൾ ട്രാവലിംഗ് ആണല്ലോ, നമ്മൾ ഈ ഷോസും കാര്യങ്ങളായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രകളോട് ഇപ്പം യാത്രകൾക്ക് വേണ്ടി ഇപ്പം നമുക്ക് അങ്ങനെ സമയം മാറ്റേണ്ട കാര്യമില്ല. അത്യാവശ്യം യാത്രകൾ ഇപ്പം പുറത്തോട്ടായാലും നമുക്കിങ്ങനെ ഷോ കാരണം നമുക്ക് യാത്രകൾ നടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സായിട്ടുള്ള ഒരു സമയമുണ്ടല്ലോ, ലൈഫിൽ ഏറ്റവും ഹാപ്പിനെസ് തരുന്ന ഒരു മൊമെൻ്റ് അതാണ്. ഫ്രണ്ട്സായിട്ട് കൂടിയിരുന്ന് 4-5 പേര് ഇരിക്കുന്നു, പരസ്പരം ഇരുന്നിട്ട് ഒരുത്തൻ മറ്റവനെ കളിയാക്കുന്നു. ആ ഒരു കിട്ടുന്ന ഒരു അഡ്രിനാലിൻ റഷ് നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട്, നമ്മൾ എത്ര ഓക്കെ അല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയാലും നമ്മളെ ഭയങ്കരമായിട്ട് ഹൈപ്പിലേക്ക് എത്തിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെയാണ് ഒരു ഹൈ കണ്ടത്. അത് ഹൈ ആണ്. പിന്നെ സിനിമ ഞാൻ തിയേറ്ററിൽ മാക്സിമം സിനിമകൾ മിസ്സാക്കാറില്ല. എനിക്ക് കാര്യം ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആവാറില്ല. അപ്പം തിയേറ്ററിൽ ഞാൻ മാക്സിമം സിനിമകൾ കാണും. ഇപ്പോൾ ഈ ഒരുപാട് പേരുടെ മനസ്സ് വായിക്കുന്ന അനന്തുവിനെ ഏറ്റവും കൺഫ്യൂസ്ഡ് ആക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാകുമല്ലോ. എന്താണ് ഏറ്റവും കൺഫ്യൂഷനിൽ കൊണ്ട് നിർത്തുന്ന ഒരു സാധനം? ഡോർ തുറക്കുമ്പോൾ പുഷും പുള്ളും. അതിപ്പോഴും ഡൗട്ടാണ്. ഞാൻ ഇന്ന് രാവിലെ അവിടെ ഇൻഫോ പാർക്കിൽ പോയിട്ട് ഞാൻ അവിടെ പുഷ് പുൾ കൺഫ്യൂഷൻ ഉണ്ട്. അതെ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കും. അടുത്ത ഒരു ചോദ്യം, ഇപ്പം മനസ്സ് വായിക്കുന്ന ആളാകുമ്പം ഇപ്പം മെന്റലിസ്റ്റുകളെ കോമൺ ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്, എല്ലാവരും റെപ്രസെന്റ് ചെയ്തിട്ട് ഞാൻ ചോദിക്കുകയാണ്. മനസ്സല്ല കേട്ടോ, അത് മനസ്സ് വായിക്കുക എന്നുള്ളൊരു പൊതുവെ അങ്ങനെ ഒരു സാധനം പറയുമല്ലോ, ഒരു ഇമോഷൻ റീഡിംഗ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ആ ഒരു തോട്ട്സ് അങ്ങനെയൊക്കെ പറയാം. മനസ്സൊന്നും ആർക്കും ശരിക്കും വായിക്കാൻ പറ്റില്ല. ഒരാളുടെ മനസ്സ് അയാളുടെ മാത്രം സ്വകാര്യമായിട്ടുള്ള ഒരു കേന്ദ്രമാണ്. ഓക്കെ, അപ്പൊ പൊതുവെ നമ്മൾ പക്ഷെ അങ്ങനെ പറയുമല്ലോ, ഒരു മൈൻഡ് റീഡിംഗ് എന്നുള്ളൊരു സാധനം പറയുമല്ലോ. അങ്ങനെ ഒരാൾക്ക് പ്രണയിക്കാനായിട്ട് എളുപ്പമായിരിക്കും? അങ്ങനെ അത് ഓരോ ആൾക്കാരുടെയും ഇൻഡിവിജ്വൽ സാധനങ്ങൾ പോലെ ഇരിക്കും. അപ്പം ഞാനിപ്പോൾ മെൻ്റലിസം പരിപാടിയിലോട്ടൊന്നും വന്നില്ലെങ്കിലും ഞാനൊരു ഭ്രാന്തനാണ്. എനിക്ക് കുറേ എൻ്റേതായിട്ടുള്ള കുറേ ഭ്രാന്തുകളുണ്ട്, മാഡ്നസ് ഉണ്ട്. അപ്പം ചിലപ്പോൾ അപ്പുറത്ത് വേറൊരു മെൻ്റലിസ്റ്റ് ചിലപ്പോൾ അയാൾ കുറച്ചുകൂടെ ഇൻ്റലക്ച്വലി ഹൈ ആയിരിക്കും. അയാൾ ചിലപ്പം എന്നെക്കാട്ടിലും ഭയങ്കര ഇൻ്റലക്ച്വൽ നോളജുള്ള ആളായിരിക്കും. ഞാൻ പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഞാൻ മുഴുവൻ ഭ്രാന്തനാണ്. ഞാൻ ഭയങ്കര ഓപ്പണായിട്ട് ഞാൻ പറയുന്ന കാര്യം, എനിക്കങ്ങനെ ഭയങ്കര ഇൻ്റലക്ച്വൽ അതൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ ഭ്രാന്തമായിട്ടുള്ള ചിന്തകളുടെ പുറകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. മനസ്സ് വായിക്കുന്നതാണോ ഈ പെൺകുട്ടികളെ മനസ്സിലാക്കുന്നതായിരിക്കും എളുപ്പം? അത് മനസ്സ് വായിക്കാൻ തോട്ട്സ് കിട്ടിയാൽ മതി. തോട്ട്സ് കുറച്ച് കണക്ട് ചെയ്ത് ഈ പറഞ്ഞ നോൺ വെർബൽ പരിപാടിയൊക്കെ വെച്ചിട്ട് കിട്ടും. പക്ഷേ പെൺകുട്ടികളെല്ലാം അല്ല, ചില ആൾക്കാരുടെ ഇപ്പം ഒരു ആളുടെ അടുത്ത് ഇപ്പം ഒരു റിപ്ലൈ വരെയാണ് ഐ ആം ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ അടുത്ത സെക്കൻഡ് ഗേൾ ഐ ആം ഫൈൻ എന്ന് പറയുന്നു. അങ്ങനെ ഒരു 6 പേര് ഐ ആം ഫൈൻ എന്ന് പറയുന്നു. ഐ ആം ഫൈൻ ഇംഗ്ലീഷിൽ ഒറ്റ അർത്ഥമാണ്, പക്ഷേ ഈ 6 പേരുടെയും ഐ ആം ഫൈനിന് 6 ഡിഫറെന്റ് മീനിങ്സ് ഉണ്ടാവും പെൺകുട്ടികളുടെ സ്റ്റൈലിൽ. അപ്പൊ അങ്ങനെ ഒരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഒന്നല്ല, ഡിഫറെന്റ് മീനിങ്സ് ഉണ്ടാവും. ചോദിക്കും ഇനി അടുത്ത 6 പേരെടുത്ത് ഇനി മെസ്സേജ് അയച്ചിട്ടല്ലേ അത് മനസ്സിലായെന്ന് ചോദിക്കുക. അടുത്ത ചോദ്യം അതാ, എനിക്കറിയാം. അല്ല, അതിപ്പം ഈ എന്താ പറയണേ, ഈ 6 പെൺകുട്ടികളോട് ചോദിക്കുന്ന രീതിയും സെയിം ആയിരിക്കണം എന്നല്ലോ. ഒരാളോട് ഹൗ ആർ യു ചോദിച്ചു, സെയിം സാധനം ഒരേ ടോണിൽ തന്നെ, ഒരേ ടോണ് 6 പേരെടുത്തും ഒരേ ടോണിൽ ചോദിച്ചു. 6 പേരുടെയും എന്റെ ചോദ്യം സെയിം ആണ്. അല്ലെങ്കിൽ 7ാമത്തെ ആളോടൊന്ന് മാറ്റി ചോദിച്ചൂടെ? ചേച്ചി സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞത് 6 പേരെന്നുള്ളത് അല്ല, മീൻസ് ഒരു അതിശയോക്തി പറഞ്ഞതാ. 6 അല്ല 60 കൂട്ടിക്കോ, 7 ആക്കണ്ട, ലിമിറ്റ് ചെയ്യണ്ട. ആക്ച്വലി അതില് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവർക്കും പിടികൊടുക്കാതെ നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ലതല്ലേ അത്? ഒരു പെർസ്പെക്റ്റീവില് നല്ലതാണ്. നിൽക്കുന്ന ആൺകുട്ടികളും ഇല്ലേ? ഉണ്ടാവാം. അല്ല, ഇപ്പം ഒരു ഫെയിം ഒക്കെ വന്നതിന് ശേഷം, ഇപ്പം അനന്തുവിന് ഈ ഫെയിം വരുന്നതിന് മുൻപുള്ള രണ്ടും ഒരേ അനന്ത് തന്നെയാണ്, പക്ഷെ ഫെയിം വന്നതിന് ശേഷം ഒരു ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാകും. ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഫോളോവേഴ്സിൽ ഇപ്പോൾ ഒരു 2 മില്യൺ ഫോളോവേഴ്സ് ആണ്. അതിൽ തന്നെ ഒരുപാട് പെൺകുട്ടികളുണ്ടാകും. അതിൽ കുറേ പേരുടെ മെസ്സേജസ് വരുന്നുണ്ടാവും. അതിൽ തന്നെ കുറച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പ്രപ്പോസലും എന്തായാലും ഉണ്ടാകുമല്ലോ. അതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യും ഇപ്പോൾ? ടഫ് ക്വസ്റ്റ്യൻ. ഇതൊക്കെയാണ് എനിക്ക് ടഫ് ക്വസ്റ്റ്യൻ. അതായത് മറ്റൊക്കെ ചോദിച്ചു അത് അങ്ങനെയൊന്നുമില്ല. അതങ്ങനെ എനിക്കറിയാം, നമുക്ക് റിയാലിറ്റി അറിയാമല്ലോ. ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു ആർട്ടിൻ്റെ ഒരു ഗുണം കൊണ്ടാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കലയ്ക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ അതുകൊണ്ട് ഇഷ്ടമാണെന്നാണല്ലോ പറയുന്നത്, ഇഷ്ടമല്ല എന്നല്ലല്ലോ പറയുന്നത്. ഇഷ്ടമാണെന്ന് സന്തോഷം, അല്ലാതെ എന്താ പറയാ.
സന്തോഷം. ഭയങ്കര ഒരു വിജയ് ഫാൻ ആണെന്നുള്ളത് അറിയാം. വിജയുടെ എന്താ കുറെ കാര്യങ്ങൾ ഇൻസ്പയർ ചെയ്ത് ഇപ്പം ലുക്കും ഡ്രസ്സിങ്ങും ഒക്കെ അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടുണ്ടെന്ന്. അയ്യോ അങ്ങനെ അത് എനിക്ക് ഇഷ്ടമാണ്, പുള്ളിനെ ഭയങ്കര ഇഷ്ടമാണ്. ഗില്ലി മുതലേ ഞാൻ ഭയങ്കര ഫാനാണ്. ഗില്ലിയൊക്കെ കണ്ടിട്ട് അതിൻ്റെ അർജുന ഒരു വലിയ പാട്ടൊക്കെ ഇട്ടിട്ട് സാധനം വരുന്നു, പിന്നെ മറ്റേ ഓരോ ഡയലോഗ് ഡെലിവറി, അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര കണക്റ്റ് ആവും. അപ്പോൾ അങ്ങനെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾക്കൊരാളുടെ അടുത്ത് ഇഷ്ടം തോന്നുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ ചില കാര്യങ്ങൾ ഇങ്ങനെ മിറർ ചെയ്യപ്പെടും. അതായത് ആളിൻ്റെ വാക്കിംഗ് ഒക്കെ അങ്ങനെ പർപ്പസ്ഫുള്ളി ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി, കാര്യം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു യുണീക്ക് സാധനം, ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, എനിക്ക് എൻ്റേതായിട്ട് ഉണ്ടാവണം. പക്ഷെ ഒരു ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ വന്നു പോകുന്നത് മാനറിസത്തിലൊക്കെ, അല്ലാതൊന്നും പർപ്പസ്ഫുള്ളി ഒന്നും ചെയ്യുന്നതല്ല കേട്ടോ. മെന്റലിസം ഒരു പെർഫോമിംഗ് ആർട്ടാണ്, പക്ഷെ പലർക്കും ഇതിനെ പറ്റിയുള്ളൊരു കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പം ഇതിൽ എങ്ങനെയാലും ഒരു സൈക്കോളജി ഇൻവോൾവ് ആണല്ലോ. എന്താണ് ശരിക്കും മെന്റലിസത്തിൻ്റെ പിന്നിലുള്ള സൈക്കോളജി ഇൻവോൾവ് ആണെന്ന് പറയുന്നതിൽ തന്നെ വലിയൊരു തെറ്റിദ്ധാരണ ആൾക്കാർക്ക് ഉണ്ടാവാം. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ മെന്റലിസം പഠിക്കാൻ പറ്റുമെന്ന് ഓർത്ത് കുറേ ആൾക്കാർ സൈക്കോളജി മെയിൻ സ്ട്രീം എടുക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പറ്റില്ല. മെന്റലിസം ഒരു ആർട്ട് ഫോമാണ്, സൈക്കോളജി ഒരു അക്കാഡമിക് സബ്ജക്റ്റാണ്. ഇതാണ് ഡിഫറൻസിയേഷൻ. അപ്പോൾ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സൈക്കോളജി തന്നെ ക്ലിനിക്കൽ കൗൺസിലിംഗ്, കൺസൾട്ടേഷൻ, അങ്ങനെ പല രീതിയിലുള്ള മേഖലകൾ നിങ്ങൾക്ക് ആൾക്കാരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു അക്കാഡമിക് സബ്ജക്റ്റാണ് സൈക്കോളജി. മെന്റലിസത്തിലേക്ക് വരുന്ന സമയത്ത് അത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള, സന്തോഷിപ്പിക്കാനുള്ള, രസിപ്പിക്കാനുള്ള ഒരു കലയാണ്. ഇതാണ് മെയിൻ ഡിഫറൻസ്. പിന്നെ മെൻ്റലിസത്തിൽ സൈക്കോളജി വരുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. അത് എല്ലാ സബ്ജക്റ്റുകളിലും, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും അതിലൊരു ബേസിക് മനഃശാസ്ത്രമുണ്ട്. നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു, നിങ്ങളിപ്പം അവിടെ ക്യാമറ ക്ലോസ് വെച്ചു, ഇവിടെയും ക്ലോസ് വെച്ചു, ഇവിടെ ലൈക്ക് ആ ഒരു ഫ്രെയിമിൽ തന്നെ ഒരു ലൈക്ക് ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിമാണ് അവർ രണ്ടൊരു ക്യാമറാമാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ആ ഒരു മനഃശാസ്ത്രത്തിൻ്റേതായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് LKG കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ അല്ല 10ാം ക്ലാസ്സിലെ പിള്ളേരെ പഠിപ്പിക്കുന്നത്. അവിടെയും മനഃശാസ്ത്രമുണ്ട്. അങ്ങനെ പൊതുവായിട്ടുള്ളൊരു മനഃശാസ്ത്രം മെൻ്റലിസത്തിലുമുണ്ട്. ആൾക്കാരെ നമുക്ക് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഈ റിങ് എറിഞ്ഞു കൊടുത്താണ് ആൾക്കാരെ സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ അത് കിട്ടുന്ന ആൾ സ്റ്റേജിലേക്ക് അവിടെ നിന്ന് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് വരെ ആ ഒരാളിനെ നമുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ബേസിക് ക്യാരക്ടേഴ്സൊക്കെ ഒരു പരിധി വരെ കിട്ടും. അതിലൊരു മനഃശാസ്ത്രമുണ്ട്. അങ്ങനെ സൈക്കോളജിക്കൽ എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറയാം. അല്ലാതെ പ്യുവർ സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ പരിപാടി മെൻ്റലിസ്റ്റുകൾക്കൊന്നും കൺസൾട്ടേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. സൈക്കോളജി പഠിക്കാത്ത, ലൈക്ക് ഇതൊരു അക്കാഡമിക് തിയററ്റിക്കൽ സബ്ജക്റ്റായിട്ട് പഠിക്കാത്ത ആർക്കും കൺസൾട്ടേഷൻ പരിപാടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ, നമുക്ക് തന്നെ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്, നിങ്ങൾക്ക് അത് ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ച് തരാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. പക്ഷേ ഞാൻ സൈക്കോളജി പഠിക്കുന്നുണ്ട്, അപ്പം അങ്ങനെ ഒരു രീതിയിൽ പെർസ്പെക്റ്റീവിൽ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ആസ് എ മെൻ്റലിസ്റ്റ് നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ മെന്റലിസം ഈ സീരിയസ് ആയിട്ട് പോയപ്പോഴാണോ സൈക്കോളജിയും കൂടെ ഇൻവോൾവ് ആയത്? അത് ഇങ്ങനെ ഒരു ഭ്രാന്തിന്റെ കൂടെ അങ്ങനെ അതും കൂടെ. അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഈ മെന്റലിസം വീഡിയോസ് പലരും ഇടുന്നുണ്ട്. അതിലിപ്പം ആളുകൾക്കറിയില്ല ഇതിൽ ഏതാണ് ഫേക്ക് ഏതാണ് റിയൽ എന്നുള്ളത് അറിയാത്തവരുണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് എങ്ങനെയായിരിക്കും ഇതിലെ റിയാലിറ്റിയും ഈ ഫേക്കും തമ്മിൽ മനസ്സിലാക്കാൻ പറ്റുക? അത് പെർഫോമൻസ് ഓക്കെ, പെർഫോമൻസിലൊന്നും നമുക്ക് അങ്ങനെ ആരുടെയും ഒരാളുടെ പെർഫോമൻസ് അയാൾ അങ്ങനെ ചെയ്തു അതിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ അകത്തുള്ള ചില ടോപ്പിക്കുകൾ വരുമ്പോഴത്തേക്ക്, ഇപ്പം ഹിപ്നോസിസ് പോലുള്ള ചില എലമെൻറ്റ്സ് വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കുറച്ച് സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട ചില പ്ലോട്ടുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലാണ് എനിക്ക് കുറച്ച് എതിരഭിപ്രായമുള്ളത്. അല്ലാതെ പെർഫോമൻസ് ഒക്കെ ഓരോ ആൾക്കാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അവർക്ക് അവരുടെ ഇഷ്ടത്തിൽ അവർക്ക് ആരെയും ഹാം ചെയ്യാത്ത രീതിയിൽ ചെയ്യാം. പക്ഷേ ഇവിടെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം വരുന്നത് ഇപ്പോൾ ഈ മരിച്ചുപോയ ആൾക്കാരെയൊക്കെ ഹിപ്നോസിസിലൂടെ കാണിക്കുന്നു എന്നുള്ളൊരു സാധനം വരുന്ന സമയത്ത് അത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബ്രോയെ ഇപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഞാനിങ്ങനെ അയാളുടെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഹിസ്റ്ററി എനിക്കറിയില്ല. ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും പ്രീവിയസ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു OCD എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ ട്രൈറ്റ് ഉള്ള ഒരാളായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അയാളെ ഞാൻ വിളിച്ചിട്ട് ബ്രോ നിങ്ങളെ ഞാൻ ഇപ്പോൾ സ്പോട്ടിൽ ഹിപ്നോസിസ് ചെയ്തിട്ട് ഞാനിതൊക്കെ ചെയ്യാം എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ കുറേ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ഈ മരിച്ചുപോയ ആൾക്കാരെന്ന് കാണിക്കുക എന്നുള്ളൊരു ഇമോഷൻ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് നമുക്കെല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുള്ളൊരു സാധനമാണ് നമ്മളെ വിട്ടുപോയ ആ ഒരാളിനെ ഒന്നുകൂടെ കാണണം എന്നുള്ളത്. ചിലപ്പോൾ അമ്മയോ അച്ഛനോ അനിയനോ ചേട്ടനോ കൂട്ടുകാരനോ ആരാവാം. അപ്പം ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചിട്ടൊരു 5 വർഷമായി കാണും. അവരുടെ ഓർമ്മകളൊക്കെ ഇങ്ങനെ പതിയെ മാറി ഈ പറയുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന അയാളുടെ കൂട്ടുകാരൻ അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. എന്നാലും ഈ വീഡിയോസ് കാണുമ്പോൾ അവർക്ക് ഇങ്ങനെ കൗതുകം, എനിക്കും അയാളെ ഒന്ന് കാണണം എന്നുള്ളൊരു കൗതുകം. അത് സാധാരണയായിട്ട് ഹ്യൂമൻസിന് വരുന്നൊരു ഫീലിംഗ് ആണ്. പക്ഷേ ഞാൻ അത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാര്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹിപ്നോസിസിലൂടെ അവരെ ട്രാൻസിലേക്ക് എത്തിച്ച് അങ്ങനെ കാണുന്നതായിട്ടുള്ളൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പോസിബിളാണ്. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ശേഷം പല ആൾക്കാർക്കും സൈക്കോളജിക്കലായിട്ടുള്ള ട്രോമാസ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് എന്നെ കേരളത്തിലുള്ള പല ഡോക്ടേഴ്സ്, സൈക്കോളജിസ്റ്റ് ഇവരൊക്കെ നമ്മൾ വിളിക്കും. എന്നിട്ട് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയും.
അപ്പോൾ അങ്ങനെ ഒരുപാട് ഒഫീഷ്യൽസ് ഒക്കെ ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് കുറേ ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇതിനെതിരെ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ആക്ച്വലി ഇത് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ വിചാരിച്ചിരുന്നത് ഞാൻ അവർക്ക് ഒപ്പോസ് ചെയ്ത് അവരെ ഇങ്ങനെ തളർത്താൻ വേണ്ടി, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ പെർഫോം ചെയ്യും. നല്ല രീതിയിൽ ഹിപ്നോസിസ് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ടൂളാണ്. അത് യൂസ് ചെയ്ത് ഭയങ്കര രസമുള്ള കാര്യങ്ങൾ ചെയ്യാം. ആൾക്കാർക്ക് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് പെർഫോമൻസിൽ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ട്രോമ ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ചെയ്യരുത് എന്നേ പറഞ്ഞുള്ളൂ. ഈ ഹിപ്നോട്ടിസത്തിൽ തന്നെ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഇപ്പം ഈ പറഞ്ഞു ഈ പല ആൾക്കാരെ കാണുന്നതാണേലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ മെൻ്റലി കുറച്ചും കൂടെ വീക്കായിട്ടുള്ള ആൾക്കാരിലാണ് ഇത് കൂടുതൽ എഫക്റ്റീവ് ആവുക എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? മെൻ്റലി, അതായത് ഈ സജഷൻസ് കൊടുക്കുന്ന സമയത്ത് ആ സജഷൻസ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ആൾ, ലൈക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പെട്ടെന്ന് പറയണം ബ്രോ ഞാൻ സജഷൻസ് പറയാം, അപ്പം ഞാനതിന് ഡിഫെൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് പറ്റില്ല. അപ്പോൾ സജഷൻസ് ഉൾക്കൊണ്ട് ചെയ്യുന്ന ആളുടെ കൂടെ ഒരു സഹകരണം കൂടെ വേണം അതിൻ്റെ അകത്ത്. അങ്ങനെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. വീക്കായിട്ടുള്ള ആളാണെന്ന് അത് ഒരു പരിധിവരെ പറയാൻ പറ്റും. എന്നാലും ഈ വീക്കായിട്ടുള്ള ആൾ ഒരു പോയിന്റിൽ വെച്ചിട്ട് അയാൾ ഇച്ചിരി ഡിഫെൻസീവായി നിന്ന് കഴിഞ്ഞാലും ചെയ്യാൻ പറ്റില്ല. ഈ രണ്ട് മെന്റലിസ്റ്റുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മെന്റലിസം പെർഫോം ചെയ്യാൻ രണ്ട് മെന്റലിസ്റ്റുകളുടെയും റേഞ്ച് അനുസരിച്ച്, ലൈക്ക് അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഇൻ്റലക്ച്വൽ നോളജ്, അവരുടെ ഇൻ്റലക്ച്വൽ ഡെപ്ത് ഇതെല്ലാം അനുസരിച്ചിരിക്കും. അപ്പം ഒരാഴ്ചത്തെ കോഴ്സ്, ഒരു ക്രാഷ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേരിൻ്റെ കൂടെ മെന്റലിസം ഇടാൻ പറ്റും. പക്ഷേ ഒരാഴ്ചത്തെ ക്രാഷ് കോഴ്സ് ഒക്കെ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആർട്ട് ഇപ്പോൾ ഭയങ്കര ഒരു ചീപ്പ് ബിസിനസ്സായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ചായക്കാശിന് മെന്റലിസം പഠിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇഷ്ടമുള്ള ആൾക്കാർ, ഇപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിലോട്ട് വരാൻ അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇതിലുള്ള പ്രശ്നം ഈ പലയിടത്തും പഠിപ്പിക്കുന്ന സെൻറ്റേഴ്സിൽ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഐഡിയ ഇല്ല എന്നുള്ളതാണ്. അവർ മുറിവേദിയ ആളെ കൊല്ലും എന്ന് പറയുന്നില്ല. അവരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജിൽ എന്തൊക്കെ അവരൊരു ക്രാഷ് കോഴ്സ് എടുത്തു, ആ നോളജ് വെച്ചിട്ട് അവർ അടുത്ത 10 വരെ പഠിപ്പിക്കുന്നു. അതല്ല ശരിക്കും ആർട്ട്. ഈ ആർട്ടിനെ ശരിക്കും പ്യുവറായിട്ട് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കറിയുന്ന, പേഴ്സണലി അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പം ഇന്നും ഈ പറഞ്ഞ പോലെ ഇതിനെ അത്രയും ഭ്രാന്തമായിട്ട് സ്നേഹിച്ച് ഒരു ഭയങ്കര ഒരു ആത്മാവ് അതിൽ കണ്ട് അതിനെ പ്രണയിച്ച് സ്നേഹിച്ച് ആരാധനയോടെ കൊണ്ടു കിടക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരിൽ പല ആൾക്കാരും ശരിക്കും മെയിൻ സ്ട്രീമിലില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിന് അറിയാത്ത ഒരുപാട് കഴിവുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ തൊട്ടപ്പുറത്ത് ഒരാഴ്ച കൊണ്ട് പഠിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ സാധനം കൊണ്ടിട്ട് പെട്ടെന്ന് റീച്ച് കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്ന് വെച്ച് അയാളൊരു പെർഫെക്റ്റ് മെൻ്റലിസ്റ്റ് ആവണം എന്നില്ല. കാരണം ഒരു മെഡിക്കൽ ഷോപ്പിൽ മരുന്നുകൾ അറിയുന്ന ആളും ഒരു ഡോക്ടറും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടോ അതേ വ്യത്യാസം തന്നെ ഈ പറയുന്ന സാധനത്തിലുണ്ട്. സോ നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ശരിക്കും ഇത് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 or 2 ചെറിയ മാജിക് ട്രിക്സുകൾ പഠിക്കുക എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് റിസർച്ച് ചെയ്യുക. ആധികാരികമായിട്ട് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതെല്ലാം പഠിച്ച് ഇംപ്രവൈസ് ചെയ്ത് വരിക എന്നുള്ളതാണ്. അതൊരു പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ആർട്ട് നേരത്തെ പറഞ്ഞ പോലെ ഗ്രോ ചെയ്യുള്ളൂ. ഇപ്പോൾ അനന്തു ഇപ്പോൾ ഒരു മെൻ്റലിസ്റ്റ് ആയില്ലായിരുന്നെങ്കിൽ ഇപ്പം എവിടെ ആയിരുന്നേനെ? ഞാൻ മാജിക്കാണ് പഠിച്ച് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി. പക്ഷേ അതും പഠിക്കുന്നതിന് മുമ്പ് മറ്റേ പാട്ടൊക്കെ പഠിക്കാനായിട്ട് ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ എല്ലാ ആർട്ടുകളും ഞാൻ പറഞ്ഞത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ 4 ആളുടെ അങ്ങനെ ഒരു പരിപാടി അമ്മയ്ക്ക് ഭയങ്കര. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇതെന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൾക്കാരുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവാൻ പറ്റുന്നുണ്ട്. നമ്മൾ നോർമലായിട്ട് ഇരിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് സംസാരിക്കാനും മിങ്കിളാവാനും കുറച്ചുകൂടെ. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് മറ്റേ സംഗീതം പഠിക്കണമെന്ന മോഹവുമായിട്ട് തന്നെ അവിടെ കൊണ്ട് പാട്ട് പഠിക്കാനൊക്കെ കൊണ്ടിരുത്തി. അപ്പം ഒരാഴ്ച ക്ലാസ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എനിക്ക് പാട്ട് പാടാനുള്ള കഴിവില്ലാന്ന്. അങ്ങനെ ഞാൻ തന്നെ അത് മനസ്സിലായിട്ട് ഞാൻ തന്നെ അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ചെയ്തു. കൊച്ചിലെ 3ാം ക്ലാസ് 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് വിയേർഡായിട്ടുള്ളൊരു ചിന്ത വന്നു. എനിക്ക് പറക്കണം, എനിക്ക് ഇങ്ങനെ പറന്നൊക്കെ നടക്കണം എന്നുള്ളൊരു സാധനം. അപ്പം ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പാട്ടൊക്കെ പഠിക്കുന്നതിന് മുമ്പാന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ ആലോചിച്ച് പറക്കാൻ എന്ത് ചെയ്യണം. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു TV-യിൽ ഡേവിഡ് കോപ്പർഫീൽഡ് വന്നിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ കൂടി ഇങ്ങനെ പറന്ന് നടക്കുന്ന സാധനം കണ്ടു. പിന്നെ മുതുകാട് സാറൊക്കെ ഏതൊക്കെ ആക്ടിൽ ലെവിറ്റേറ്റ് ഒക്കെ ചെയ്യുന്ന സാധനം കണ്ടു. ഇത് കണ്ടിട്ട് ഞാൻ വീട്ടിൽ എനിക്ക് പറക്കാൻ പഠിക്കണം, മാജിക് പഠിക്കണം. അങ്ങനെയാണ് ഞാൻ മാജിക് പഠിക്കാൻ ചേർന്നത്. അവിടെ ചെന്നപ്പോൾ മനസ്സിലായി ഇതൊരു ഇല്യൂഷൻ മേക്കിംഗ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു എങ്ങനെയൊക്കെയോ വന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ ഇതിലേക്ക് വന്നതാണ്. പിന്നെ ഇതല്ലായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വാചകോടി ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും RJ ഒക്കെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഒരു ഏരിയയിൽ കണ്ടുതന്നെയല്ലേ എനിക്കൊരു കോമ്പറ്റീറ്ററൊക്കെ ആയിട്ട്. പിന്നെ ഒരു സാധനമുണ്ട്, സിനിമ ആക്ടിങ്ങും പരിപാടിയൊന്നുമല്ല, ബിഹൈൻഡ് ദ ക്യാമറ ഡയറക്ഷൻ പരിപാടി. നമുക്ക് ബേസിക്കായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഞാൻ സിനിമകൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഡയറക്ഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ഇപ്പം ഈ മെന്റലിസം അറിയാവുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ ചില ആൾക്കാർ മുഖത്ത് നോക്കി കള്ളം പറയുമല്ലോ, അത് റീഡ് ചെയ്യാനായിട്ട് പറ്റുമോ? അവർ പറയുന്ന കള്ളമാണ് മനസ്സിലായാലും ഞാനത് എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കില്ല. അവർ നമ്മളെ നമ്മളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു,
ശരി, ദാറ്റ്സ് ഓക്കെ. അല്ലാതെ അവരുടെ ചെന്ന് നീ ഇപ്പം അങ്ങനെ ചെയ്തു അതുകൊണ്ട് അത് കള്ളമാണെന്ന് ഞാനത് ക്രോസ് ചെയ്യാൻ പോവില്ല ആക്ച്വലി. ശരി, അവർ കള്ളം പറയാൻ വേണ്ടിയിട്ടല്ലേ ഇന്റർവ്യൂസിനൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ടോ? ഓപ്പോസിറ്റ് ഇന്ന് അതൊരു അരമണിക്കൂർ ഇന്റർവ്യൂ പോകുന്നുണ്ട്, അത്രയും നേരം എനിക്ക് ഓപ്പോസിറ്റ് മനസ്സിലായി. അല്ല, really എന്തോ പേടിയുള്ളവ എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. ഒരു പരിധി വരെയൊക്കെ എല്ലാം ഇല്ല. ഇപ്പം ലിപ്സ് ഇങ്ങനെ ഇതാക്കിയില്ലേ, ലൈക്ക് അത് രണ്ട് രീതിയിലുണ്ട്. വെള്ളം ദാഹിക്കുന്നതുകൊണ്ടും ഉണ്ട്, പിന്നെ ഉള്ളിൽ വേറൊരു സാധനവും കൂടെ കിടപ്പുണ്ട്. പക്ഷെ അത് ചോദിക്കാൻ ഒരു സാധനം കറക്റ്റ് ഒരു വേർഡിങ് ഇങ്ങനെ കിട്ടുന്നില്ല എന്നുള്ളൊരു പോയിന്റ് വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ലിപ്പ് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത് വരും. ചില സമയത്ത് നമ്മളിങ്ങനെ ലിപ്പ് ഈ ഒരു സാധനം എനിക്കത് ജസ്റ്ററാണ്, എൻ്റെ മാനറിസമായിട്ട് വരും. പക്ഷേ ചില ആൾക്കാർക്ക് അതിങ്ങനെ വരുന്ന എന്ന് വെച്ചാൽ എല്ലാവർക്കും അല്ല, ചില ആൾക്കാർക്ക് ഈ ഒരു സാധനം എന്തോ സാധനം മനസ്സിലുണ്ട്, ആ സമയത്ത് ഇങ്ങനെ അതിങ്ങനെ കടിച്ചു പിടിച്ച് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, ഇതിൻ്റെ കുറേ പരിപാടികളുണ്ട്. ഇതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ കിട്ടും കേട്ടോ. പക്ഷേ എല്ലാം ഒന്നും അക്യുറേറ്റ് ആക്കാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ പുസ്തകങ്ങൾ എഴുതിയ ആൾക്കാർ തന്നെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൾച്ചറൽ ഡിഫറൻസസ് കൊണ്ട് ഇമോഷൻസ് മാറാം, ഫീമെയിലോ മെയിൽ എന്നുള്ള ഡിഫറൻസ് വരാം, ഏജ് ഡിഫറൻസസ് വരാം. ഇതൊക്കെ കൊണ്ട് ഇമോഷൻസ് ഒക്കെ മാറും. എന്നാലും ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ചില കാര്യങ്ങളൊക്കെ കിട്ടും. ഈ പ്രേതം സിനിമയിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പം കൈ പുറകിലോട്ട് പോയില്ലേ, കണ്ണ് താഴ്ന്നില്ലേ. കൈ പുറകിലേക്ക് പോകുന്നത് കള്ളം പറയാൻ മാത്രമാണെന്ന് പറയാൻ പറ്റുമോ? തല ചൊറിഞ്ഞ് ഡാൻഡ്രഫ് വന്നിട്ട് അതായത് നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതെ, അപ്പം ചൊറിച്ചിൽ വന്നാൽ ചൊറിയില്ലേ? ഡിപ്പെൻസ്. അതാ ഞാൻ പറഞ്ഞത്, സാഹചര്യങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങളും അതിൽ പ്രതിഫലിക്കും. ഇപ്പം ഏതെങ്കിലും ഈ സിനിമ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഈ സാധനം ചെയ്യുന്ന ഏതെങ്കിലും ഷോയിൽ കൊണ്ടുവരണം എന്നൊക്കെ തോന്നാറുണ്ടോ? അതിലേതെങ്കിലും എലമെന്റ് ഒക്കെ? ക്രിസ്റ്റഫർ നോളൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പം ആളിൻ്റെ കുറേ സൈക്ക് പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ നോളൻ്റെ കുറേ അങ്ങനെയുള്ള ഹോളിവുഡ് പരിപാടിയൊന്നും ഞാൻ ഫോളോ ചെയ്യാത്ത ആളായിരുന്നു. ഞാൻ ഈ നമ്മുടെ നാടും നമ്മുടെ മണിച്ചിത്രതാഴും നമ്മുടെ തിളക്കവും നമ്മുടെ താളവട്ടവും നമ്മുടെ ലാലേട്ടൻ സിനിമകളും ഇതൊക്കെ കണ്ടിട്ട് അതെ, അങ്ങനെ ഒരു ഭയങ്കര ഒരു പക്ക ഇന്നും ഒരു തന്തവൈബ് മൈൻഡിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്നാലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാൻ ഈ കോവിഡ് ടൈമിലൊക്കെ ഇങ്ങനെ നോളൻ്റെ കുറേ പരിപാടിയൊക്കെ കണ്ടു. അപ്പോൾ എനിക്കൊരു ചിന്തകളിങ്ങനെ മാറി. അവരെന്ത് വൈഡായിട്ടാണ്, അതായത് ചിന്തകൾ ഒരിക്കലും ലിമിറ്റ് ചെയ്ത് നിർത്താതെ സാധിക്കാത്ത കാര്യങ്ങളും അവരിങ്ങനെ അതിൽ നിന്ന് മേക്ക് ചെയ്ത് എടുക്കുന്നില്ലേ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എങ്കിൽ എന്തുകൊണ്ട് ബിയോണ്ട് എ നോർമൽ ഷോ എനിക്കും അങ്ങനെ ഒരു ഷോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം വന്നതെന്നാണ് നമ്മൾ കുറച്ചുകൂടെ വാസ്റ്റ് സ്കെയിലിലേക്ക് സീക്രട്ട് ലെറ്റർ മാറുന്നത്. ശരിക്കും അതിൻ്റെ ഒരു പ്രോസസ്സ്, സ്ക്രിപ്റ്റൊക്കെ ആദ്യം വായിക്കുന്ന സമയത്ത് അതൊക്കെ എല്ലാവരും പറഞ്ഞു കൂടെ ഉള്ളത് ഇമ്പോസിബിൾ ആണ്, അതൊന്നും നമുക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു പറഞ്ഞ പോലെ നമ്മുടെ നമുക്ക് ഒരു ഇൻഡ്യൂഷൻ തോന്നില്ല, അതിനെ അങ്ങ് ഫോളോ ചെയ്ത് പോകുക എന്നുള്ളൊരു ആ ഒരു പ്രോസസ്സിലാണ് അതെല്ലാം നടന്നത്. ഇപ്പോൾ ഈ നേരത്തെ ഒരുപാട് സന്തോഷമുള്ളത് പറഞ്ഞു, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്നത്, കൺഫ്യൂഷൻ പുഷും പുള്ളാണെന്ന് പറഞ്ഞു. അതുപോലെ ഏറ്റവും പേടിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? പേടിക്കുന്ന കാര്യം അങ്ങനെ പേടിക്കുന്ന പാമ്പിനെ പേടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണോ? അതാണോ ചോദിച്ചത്? എന്തും ആവാം, നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, എന്തിനെങ്കിലുമൊക്കെ പേടി ഉണ്ടാവില്ലേ? ഇപ്പം മനുഷ്യൻ്റെ DNA ഉള്ളതാണല്ലോ പേടി എന്ന് പറയുന്ന സാധനം. ഈ പ്രേത കഥകളൊക്കെ പണ്ടുതൊട്ടേ കേൾക്കും. അപ്പം അതിനോട് ആദ്യം ഉണ്ടായിരുന്ന ഭയം പിന്നീട് ഒരു ക്യൂരിയോസിറ്റിയായി മാറി. ഞാൻ ഇതിൻ്റെ പുറകെ ഒരുപാട് നടന്നു. അപ്പോൾ അതിനോട് ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നു, പിന്നീട് അതില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു മൊമെൻ്റ് ഉണ്ട്. ആ മൊമെൻറ്റിൽ അതൊരു ക്യൂരിയോസിറ്റി ആയി. ഇല്ല എന്ന് എൻ്റെ മാത്രം തിരിച്ചറിവാണ്. ഇനി എങ്ങാനും എൻ്റെ തിരിച്ചറിവ് തെറ്റാണെങ്കിലോ, ഇത് ശരിക്കും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ഞാൻ ഇതുപോലെ കുറേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഹോണ്ടഡ് ആയിട്ടുള്ള ഏരിയസ്, രാത്രി ഒറ്റയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ സമയത്ത് ചില എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അതിൽ ചില സ്കെയറി എലമെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തന്നെ അതിൻ്റെ ലോജിക്കൽ സൊല്യൂഷൻസ് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയാമോ? ഞങ്ങളൊരു ഹൈവേയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് സൈഡും ബ്ലാങ്ക് ആണ്. അപ്പം ഒരു രൂപം ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. അപ്പം ഞാനിങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി. അതിൻ്റെ അടുത്തോട്ട് പോകുന്ന സമയത്ത് എന്തോ ഒരു തീപ്പൊരി ഇങ്ങനെ വീഴുന്നു. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ അതില്ല. അപ്പം ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സ് എന്തായാലും അതൊരു ഹൊറർ മൂഡിലേ ചിന്തിക്കുള്ളൂ. കാര്യം മെൻ്റലിസ്റ്റൊക്കെ പിന്നെ നമ്മൾ മനുഷ്യരല്ലേ, ഒരു ഹ്യൂമൻ ഇമോഷൻ വരുമല്ലോ. പക്ഷേ അതിൻ്റെ ഉള്ള അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ അടുത്തോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ ഇച്ചിരി പാനിക്കായി, അവൻ ബാക്കിലോട്ട് പോയി. അപ്പം ഞങ്ങൾ രണ്ടുപേരും തിരിയുന്ന സമയത്ത് ഞാൻ അവനെ വിളിക്കാം, എടാ പോവാം, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ തിരിയുന്ന സമയത്ത് ഈ സാധനം പിന്നെ നോക്കുന്ന സമയത്ത് അവിടെ ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ച സമയത്ത് അതിൻ്റെ ലോജിക്കൽ ആൻസർ കിട്ടി. അതായത് ഹൈവേസിലൊക്കെ ആൾക്കാർ ഇങ്ങനെ പേടിപ്പിച്ചിട്ട് ഈ റോബറിയൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കാറുണ്ട് എന്നുള്ളൊരു സാധനം കണ്ടു. അപ്പോൾ ഞാൻ ലോജിക്കലി കണക്ട് ചെയ്തപ്പോൾ അതാണ് സാധനം. പക്ഷെ അത് പോകുന്നതും കൂടെ കാണില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഗ്യാപ്പ് ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കില്ല. ഇത് ഞാൻ റൂമിൽ ചെന്നപ്പോഴാണ് ഈ ഗ്യാപ്പ് എനിക്ക് മനസ്സിലായത്. ഞാൻ ആക്ച്വലി അത് എൻ്റെ കണ്ണിൽ നിന്ന് മാഞ്ഞത് ഞാൻ ഈ തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുന്ന സമയത്താണ്. അല്ലാതെ എൻ്റെ കണ്ണിൽ ഡയറക്റ്റ് നിന്ന് അങ്ങനെ മാഞ്ഞു പോയതല്ല, ഞാൻ ഇവനെ നോക്കുന്ന സമയത്താണ് അത് പോയത്. പക്ഷെ അവിടെയും കൺഫ്യൂഷൻ ഉണ്ടായത്, ഞാൻ കണ്ടതൊരു കറുത്ത രൂപം, അവൻ കണ്ട വെള്ള രൂപം.
ഈശ്വരാ. അവിടെ ഞാൻ കടിച്ചു, അവിടെ സംതിങ് എന്നുള്ളൊരു സാധനം വന്നു. പക്ഷെ എന്നാലും ഓക്കെ, അപ്പൊ അതിനൊരു ആൻസർ ഇപ്പോഴും ഇല്ലല്ലോ. ആൻസർ അങ്ങനെ നിൽക്കാനാണെങ്കിൽ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെയും പെർസെപ്ഷൻ ഓഫ് കളർ പെർസെപ്ഷനിലൊക്കെ വ്യതിയാനങ്ങൾ വരും. ലൈറ്റിംഗ് വ്യതിയാനം, ഇപ്പം ഒരു ലൈറ്റ് വന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് അങ്ങനെ അവൻ്റെ ഒരു തോന്നലാവാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൻസേഴ്സൊക്കെ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് പറയാം. ഇതെന്താണെന്നറിയോ, ഇത് വിശ്വസിക്കുന്നവർക്ക് ഇതൊരു മിസ്റ്ററി ആയിട്ട് വിശ്വസിക്കാനാണ് ഇഷ്ടം. വിശ്വസിക്കാത്തവർക്ക് ഞാൻ വിശ്വസിക്കാത്ത ഒരാളാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് സയൻസിൻ്റെ സഹായം കൊണ്ട് എനിക്കിത് കവറപ്പ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. പക്ഷേ ഒരു പോയിന്റിൽ ഞാനിതിൻ്റെ രണ്ടിൻ്റെ നടുക്കായി. എനിക്കറിയണം ഉണ്ടോ ഇല്ലയോ. അങ്ങനെയാണ് ഈ യാത്രകളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. എന്നിട്ട് ഇപ്പം ഇല്ല എന്നുള്ളതിൽ തന്നെ ഇല്ല എന്നുള്ളത് എൻ്റെ മാത്രം വിശ്വാസമാണ്. ആ വിശ്വാസം ആരിലും ഞാൻ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ഇതല്ല. ഇപ്പം ഉണ്ടെന്ന് പറയുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള എത്രയും ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഓരോരുത്തരുടെ ഇതാണ് അത്. വിശ്വാസം എന്ന് പറയുന്ന ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ റൈറ്റ് ആണ്. അതിൽ നമ്മൾ കയറി നിങ്ങളുടെ വിശ്വാസം തെറ്റാണെന്ന് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പം മണിച്ചിത്രത്താഴ് സിനിമയുടെ ക്ലൈമാക്സിൽ പൂജയുടെ ആംബിയൻസ് എല്ലാം സെറ്റ് വരുന്നു, പക്ഷേ ശരിക്കും നടക്കുന്നത് അവിടെ ഒരു കബളിപ്പിക്കലാണ്. ഒരു സയൻസിൻ്റേതായിട്ടുള്ള ആ ഒരു റോളിംഗ് പരിപാടി, മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു കബളിപ്പിക്കൽ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ആ കബളിപ്പിക്കലിനെ സപ്പോർട്ട് ചെയ്യാൻ ആ ഒരു ഹോമം എന്നുള്ള ലാലേട്ടൻ പറയാൻ ശ്രദ്ധിച്ചു. തിരുമേനിയുടെ ആ ഒരു മന്ത്രവാദത്തിൻ്റെ അറ്റ്മോസ്ഫിയർ എനിക്ക് വേണം എന്ന് ലാലേട്ടൻ അതിലെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യും. ആ കാറ്റഗറിയിൽ അത് ഓക്കെയാണ്, വിശ്വാസം ഓക്കെയാണ്. അതുപോലെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ദൈവത്തിനോട് നമ്മളിങ്ങനെ വിശ്വാസമുള്ള ആൾക്കാർ പോയിട്ട് ഈ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ച് ഒരു 10 രൂപയുടെ ഒരു അർച്ചന കൊടുത്തിട്ട് പറയുകയാണ് എൻ്റെ കാര്യങ്ങൾ നടക്കണേ എന്ന് പറയുന്ന സമയത്ത് ഇവരുടെ മനസ്സിലൊരു സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടും. ഇനി നോക്കിക്കോളും, ദൈവം നോക്കിക്കോളും എന്നുള്ള. ശരിക്കും അത് നല്ല കാര്യങ്ങൾക്ക് അത് നല്ലതല്ലേ. അതായത് നല്ലൊരു ഇൻറ്റൻഷനിൽ ഒരു 10 രൂപ മുടക്കി അത് അർച്ചന ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം ഇങ്ങനെയാണ്. അതായത് ആ ഒരു സാധനം കൊണ്ട് അവർക്ക് അന്നത്തെ ദിവസം സമാധാനമായിട്ട് മെൻ്റൽ ഹെൽത്ത് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്നിടത്തോളം അത് നല്ലതാണ്. അല്ലാതെ അതിനെ കയറി ഇപ്പോൾ കൈനോട്ടക്കാർ വന്നിട്ട് അവർ നമ്മളെ നോക്കിയിട്ട് കുറേ 10-12 നല്ല കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു 10-12 നല്ല കാര്യങ്ങൾ പറഞ്ഞ് കേൾക്കുന്ന സമയത്ത് അതാണ് ഞാൻ പറഞ്ഞത്, പോസിറ്റീവ് അഫർമേഷനാണ്. ആ അഫർമേഷൻ നമുക്ക് നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ. അല്ലാതെ നേരെ മറിച്ച് മറ്റേ സദാനന്ദൻ്റെ സമയം പോലെ 10 വിനാഴികളിൽ നിങ്ങൾ മരിക്കും എന്നൊക്കെയുള്ള സാധനങ്ങൾ നെഗറ്റീവ് അഫർമേഷനാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇത് ബാലൻസ്ഡ് ആയിട്ട് പോകാന്നുള്ളതാണ്. ഈ മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസമൊന്നുമല്ല, അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടെന്നറിയാം. വിശ്വസിക്കുന്നു, അങ്ങനെ ഭയങ്കര ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നൊന്നുമില്ല. ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് യൂണിവേഴ്സൽ ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ എക്സ്പീരിയൻസിൽ നിന്ന് വന്നൊരു പ്രോസസ്സ് പറയുന്നൊരു സാധനമാണ്. ആ പ്രോസസ്സ് ഫോളോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സും നമ്മളെടുക്കും. സീക്രട്ടിലല്ലേ അത് വന്നിട്ടുള്ള റോണ്ട ബൈറൻ അല്ലേ ഓദറിൻ്റെ പേര്. അതിൻ്റെ അകത്ത് ആക്ച്വലി പുള്ളി ചുമ്മാ ഇരുന്ന് നിങ്ങൾ വീട്ടിലിരുന്ന് മാനിഫെസ്റ്റ് ചെയ്യൂ, കണ്ണടച്ച് നിങ്ങൾ അത് ആഗ്രഹിക്കൂ, യൂണിവേഴ്സ് കൊണ്ടുവരാമെന്നൊന്നുമല്ല സാധനം. അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്സ് ഇൻടേക്സ് എടുക്കാനുള്ള മെഷേഴ്സും അവർ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ മനസ്സും കൂടെ അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു പ്രോപ്പർ സ്റ്റെപ്സിൻ്റെ കൂടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയും കൂടെ ഓക്കെ ആകുമ്പോഴത്തേക്കും സാധനം നടക്കും. അപ്പോൾ നമുക്ക് ലോജിക്കലി നോക്കിയാൽ സ്റ്റെപ്സ് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ. സ്പിരിച്വലി നോക്കിക്കഴിഞ്ഞാൽ മൈൻഡും വർക്ക് ചെയ്യുന്നുണ്ട്. 2 ഡയമെൻഷനിൽ ഓരോ ആൾക്കാരുടെയും ചിന്തകൾ അനുസരിച്ച് പറയാം. അത് ഏതൊരു കാര്യത്തിനും 2 പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, ഏതൊരു കാര്യത്തിനും 2 അല്ല, ചിലപ്പോൾ ഒന്നും കൂടെ ഉണ്ടാവും. എൻ്റെ വ്യൂ, രണ്ടാമത് നിൽക്കുന്ന ആളുടെ വ്യൂ, മൊത്തത്തിലുള്ള, അതായത് എൻ്റെ ശരി, നിങ്ങളുടെ ശരി, ശരിക്കുള്ള ശരി. ഇതിൽ തെറ്റും ഇല്ലേ? ഉണ്ട്. അതാണ് അപ്പൊ 4ാമത്തെ ഒരു സാധനം വന്നില്ലേ. യൂണിവേഴ്സ് വല്ലാത്തൊരു സംഭവമാണല്ലേ. അതെ, അതെ. അല്ല, നമ്മുടെയൊക്കെ ഈ ഊള ചിന്തകളാ പ്രശ്നം. എന്തിനാ ഇങ്ങനെയൊക്കെ കാട് കയറി ചിന്തിക്കുന്നത്? സത്യമല്ലേ, നമ്മൾ എന്തിനാ ഇതൊക്കെ ആലോചിക്കുന്നത്? ഇതിങ്ങനെ സ്വയം ചോദിക്കാറുണ്ടോ ഇടയ്ക്ക്, ഞാൻ എന്തിനാ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത്? അത് കാട് കയറി ചിന്തിക്കുന്ന സമയത്ത് ഇതുപോലെ ഇന്റർവ്യൂ എന്നും പറഞ്ഞിട്ട് നിങ്ങളെപ്പോലെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള നോളജ് ഉള്ള ആൾക്കാർ ഫ്രണ്ടിൽ വന്നിരിക്കും. അതാ പ്രശ്നം. ഇന്റലക്ച്വൽ ആവാൻ പാടില്ല അല്ലേ? അല്ല, അങ്ങനെയല്ല, അത് ഓരോരുത്തർ ഒരു സുഖം തോന്നിയില്ലേ മനസ്സിൽ. അതെ. ഓക്കെ, നമുക്കിനി ഇത്തിരി കാട് കയറാണ്ടിരിക്കാം. ഓക്കെ, ഇപ്പം ഒരുപാട് കേട്ടിട്ടുള്ള ചോദ്യം തന്നെ ആയിരിക്കും. അടുത്തൊരു 10 വർഷം കഴിഞ്ഞ്, ഇപ്പോൾ സ്വയം മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നല്ലോ 10 വർഷം കഴിഞ്ഞ് ഇങ്ങനെ വേണം എന്നുള്ളത്. ആ സമയത്ത് പ്രശസ്തി ആയിരിക്കുമോ സമാധാനമായിരിക്കുമോ? സമാധാനം അൾട്ടിമേറ്റ്. പീസ് ഓഫ് മൈൻഡ് ആണ്, അതാണ് അൾട്ടിമേറ്റ്. പക്ഷെ എൻ്റെ കൂടെ ഇച്ചിരി ഹാപ്പിനെസ്സും കൂടെ കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ രസമായിരിക്കും. അപ്പോൾ ആ ഹാപ്പിനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാഷൻ്റെ പുറകെ പോകുന്ന സമയത്ത് ആ പരിപാടിയെല്ലാം വർക്കൗട്ട് ആവണം. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം സമാധാനം ഉണ്ടാവും എന്ന് തോന്നുന്നു. ഇപ്പം ഈ ഒരു നിലയിൽ എത്തി നിൽക്കുമ്പം ഒരു യങ്ങർ സെൽഫ് ഉണ്ടാവുമല്ലോ, എന്തായിരിക്കും? ഒരു 10 വയസ്സുള്ള ഒരു അനന്തുവിനെ ഇപ്പം കാണാൻ കിട്ടിയ എന്ത് പറയും? ഭയങ്കര രസമുള്ള ചോദ്യം കേട്ടോ അത്. ഒന്ന്, എൻ്റെ ഇൻഡ്യൂഷനെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് കാര്യം.
ചില പോയിന്റിൽ ഞാൻ എൻ്റെ ഇൻഡ്യൂഷനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എൻ്റെ ഇൻഡ്യൂഷൻ തെറ്റാണ് എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഡബിൾ മൈൻഡായിട്ട് കൺഫ്യൂസ് ആയിട്ടൊക്കെ. അപ്പോഴൊക്കെ ശരിക്കും എൻ്റെ ഫസ്റ്റ് തോട്ട് കറക്റ്റ് ആയിരുന്നു. ഒരു 90% എൻ്റെ ഫസ്റ്റ് ഇൻഡ്യൂഷൻ കറക്റ്റാണ്. ആ ഇൻഡ്യൂഷനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അത് റീൽസിലൊക്കെ വരുന്നൊരു സംഭവമാണ്, നെവർ എവർ ഓവർ എക്സ്പെക്റ്റ്. ഒന്നും ഒരു വ്യക്തിയിൽ നിന്നോ ഒരു വസ്തുവിലോ ഒന്നിലും അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ കൊടുക്കാതിരിക്കുക. ഓവർ എക്സ്പെക്റ്റേഷൻസ് കിൽസ് ഹാപ്പിനെസ്. അമിത പ്രതീക്ഷകൾ വരുമ്പോൾ പ്രതീക്ഷിച്ച പോലെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ഹോപ്പാവാം, ഒരു ശുഭപ്രതീക്ഷ. ഹോപ്പും ഓവർ എക്സ്പെക്റ്റേഷനും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഹോപ്പ് ഒരു സാധനമുണ്ട്, അതാവാം. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ഓവർ എക്സ്പെക്റ്റേഷൻസ് വേണ്ട. അത് വേണ്ടാതിരിക്കുമ്പോൾ ഉള്ള 2 അഡ്വാൻറ്റേജ്: ഒന്ന്, നടന്നാലും സന്തോഷം, നടന്നില്ലെങ്കിലും സന്തോഷം. ദാറ്റ്സ് ഫൈൻ. ആ ഒരു മൂഡിലങ്ങ് പോവാം നമ്മളെല്ലാവരും. പിന്നെ ബാക്കിയുള്ളവരുടെ ഇതിൽ ഇപ്പം എൻ്റെ ചുറ്റുമുള്ള ഇതിലൊക്കെ നോക്കുന്ന സമയത്ത് അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ഇതായിട്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഈ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അവിടെയൊക്കെ ഇമോഷണൽ മെച്യൂരിറ്റി കാണിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു ഇമോഷനാണ്. ആ ഇമോഷനെ നമുക്ക് ബ്രേക്ക് ചെയ്യാനൊന്നും പറ്റില്ല പെട്ടെന്നൊന്നും. ഇനിയിപ്പോൾ ആരും വന്നാലും പെട്ടെന്ന് അത് മാറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ അത്രയും മറ്റേ സന്യാസി വര്യനായിട്ടൊക്കെ ചിന്തിക്കുന്ന ഭയങ്കര അങ്ങനെയൊക്കെ പക്ഷേ നമ്മൾ സാധാരണ ആൾക്കാരല്ലേ, നമ്മൾ അങ്ങനെ അറ്റാച്ച്മെൻറ്റിലോട്ട് വന്നു പോകും. തെറ്റൊന്നുമല്ല, പക്ഷേ എങ്കിലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനൊന്നും ഭയങ്കര ഒരു ഇമോഷണൽ പേഴ്സൺ അല്ലേ. എല്ലാ ഇമോഷൻസും ഉണ്ട് കേട്ടോ, എല്ലാ ഇമോഷൻസും ഉണ്ട്. അതെ, അതായത് പെട്ടെന്ന് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യും. ഞാൻ റീഡ് ചെയ്യാം, പറഞ്ഞു ഞാൻ എന്നിട്ട് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടം, എന്നെ മനസ്സിലായി. അതല്ലേ, ഓക്കെ. ഞാൻ റീഡ് ചെയ്യാം. പെട്ടെന്ന് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യും. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് അവർക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. അതിനൊരു റിഗ്രറ്റും തോന്നിയിട്ടുമില്ല. ഭാവിയിലാണ് റിഗ്രറ്റൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, പൈസയാണേലും ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ചിലവാക്കും. അത്ര പോരെ, കോമൺ സാധനം. ഓക്കെ, അല്ല അതിൽ ഫസ്റ്റ് സാധനം ഇല്ലേ, എനിക്ക് സ്ട്രൈക്ക് ചെയ്ത സാധനം അതാണ്. ഇമോഷണൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര കറക്റ്റാണ്. അത് ആക്ച്വലി എനിക്ക് തോന്നിയത് ഈ വൈകാരികമായിട്ടുള്ള ലൈക്ക് ഭയങ്കര വിഷമമുള്ള സാധനങ്ങൾ പറഞ്ഞപ്പോഴാണ് അത് ഹിറ്റ് ചെയ്തത്. പക്ഷേ വിഷമത്തിൽ മാത്രമല്ല, എല്ലാ ഇമോഷൻസിലും ഞാൻ അത്യാവശ്യം ഇമോഷണലി അങ്ങനെയാണ്. ചിരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചിരിച്ചിരിക്കും. അങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഇമോഷൻ, അതാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അതെനിക്ക് ഇഷ്ടപ്പെട്ട പോയിന്റ്, ഇമോഷണൽ പേഴ്സൺ ആണെന്ന് പറയുന്നത്. അത് സെറ്റാണ്, അത് കറക്റ്റാണ്. പിന്നെ ട്രസ്റ്റിൻ്റെ കാര്യം എന്താണെന്നറിയോ, അത് ആ ഒരു ഇൻസെക്യൂരിറ്റിയാണ് എന്നെ നേരത്തെ പറഞ്ഞ ഞാൻ മെൻ്റലിസം പഠിച്ചത് തന്നെ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ളൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടായത് അവിടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ആൾക്കാരെ മെൻ്റലിസം അല്ല, ഞാൻ ആ ഒബ്സർവേഷൻ പരിപാടിയിലൊക്കെ പറഞ്ഞു. അതായത് ആൾക്കാരിങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇതിങ്ങനെ ഓവറായിട്ട് നമ്മുടെ തലയ്ക്കകത്ത് ഈ സാധനങ്ങൾ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്നൊക്കെ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഒരു പോയിന്റിലൊക്കെ. പണ്ട് അങ്ങനെയായിരുന്നു, ഭയങ്കര പെട്ടെന്ന് വിശ്വസിക്കും. പക്ഷെ ഒരു പോയിന്റിൽ അത് ചേഞ്ച് ചെയ്തു. അതാണ് ഞാൻ അതിലൊരു കറക്ഷൻ ഉണ്ടെന്നത്. ഇനിഷ്യൽ തോട്ട് കറക്റ്റാണ്, പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പിന്നെ അടുത്തത് പറഞ്ഞ പൈസ അത് പിന്നെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും, അത് ഞാൻ മാത്രമൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ ആരും ഫ്രണ്ട് സർക്കിൾ അങ്ങനെ ഒരു ഫിനാൻഷ്യലി കണക്ക് വെച്ചിട്ട് അങ്ങനെ ഒരു പരിപാടി ഇല്ല. ആ ഒരു പരിപാടിയൊന്നും ഇല്ല. അത് ഫ്രണ്ട്സിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരാളും കൂടെ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എല്ലാ ഫ്രണ്ട്സും അങ്ങനെയാണ്. അത് സീക്രട്ട് ലെറ്റർ ഷോയുടെ വീഡിയോസ് ഒക്കെ നോക്കി അറിയാം. ആ ഷോ അത്രയും ഒരു ഹൈലൈറ്റിൽ ഇത് പോകാനായിട്ട് എക്സ്പോഷർ കിട്ടേണ്ട ഒരു വലിയ കാര്യം എൻ്റെ ഫ്രണ്ട് സർക്കിൾ കൂടെയാണ്. അതിൻ്റെ ഫസ്റ്റ് ഇനീഷ്യൽ ഷോ ഞങ്ങൾ ട്രിവാൻഡ്രം ടാഗോറിൽ നടത്തുന്ന സമയത്ത് ഒരു 10-30 ആൾക്കാർ എൻ്റെ അണ്ടറിൽ ഉണ്ടായിരുന്നു. ആ 10-30 പേരിൽ 18-20 പേര് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരാണ്, സ്കൂളിലും കോളേജിലും ആയിട്ട് പഠിച്ച ആൾക്കാർ. അപ്പോൾ അവരൊരു 3 ദിവസം അവരുടെ വർക്കെല്ലാം മാറ്റി വെച്ചിട്ട്, എല്ലാവരും പല പല ഫേംസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എല്ലാം മാറ്റി വെച്ചിട്ട് ആമ്പിള്ളേരും പെമ്പിള്ളേരും എല്ലാവരും രാത്രിയും പകലും എല്ലാം കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ. അപ്പോൾ അത് അവരാണ് എനിക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ഈ പറഞ്ഞ പോലെ എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രചോദനം അവരും കൂടെയാണ്. ശരിക്കും ആഗ്രഹിച്ചിരുന്നു. ഇപ്പം നിൽക്കുന്ന ഈ ഒരു വളരെ വലിയൊരു നിലയിൽ തന്നെ നിൽക്കുക. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആഗ്രഹിച്ചു ഇത്രയും തന്നെ എത്തി നിൽക്കണം എന്നൊക്കെ. ആഗ്രഹങ്ങൾ എന്തായാലും നമുക്ക് ഉണ്ടാവുമല്ലോ, ആഗ്രഹങ്ങൾ ഓഫ് കോഴ്സ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്കും ആഗ്രഹത്തിലിട്ട് എത്തുന്ന സമയത്ത് ഭയങ്കര ഒരു എക്സ്ട്രീം ഹാപ്പിനെസ് ഉണ്ടാവില്ല. കാര്യം നമുക്കറിയാം ഭയങ്കര നമ്മൾ സ്ട്രഗിൾ ചെയ്താണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിലേ നമുക്ക് മനസ്സിലാവും ഈ സ്ട്രഗിൾ എന്തായാലും ഒരു ദിവസം ചെന്ന് നമുക്ക് ആ വേണ്ട ഒരു സാധനത്തിലെത്തും. അപ്പോൾ ആ എത്തുന്ന സമയത്ത് ഒരു മനസ്സമാധാനം, ഒരു നേരത്തെ പറഞ്ഞ പീസ് ഓഫ് മൈൻഡ് വരും. ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ട് എത്തിയല്ലോ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഓവറായിട്ടുള്ള സന്തോഷങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. കാര്യം ലോട്ടറി അടിച്ച് വന്നതല്ലല്ലോ, സ്ട്രഗിൾ ചെയ്ത് വന്നതല്ലേ. അപ്പം ആ ഒരു സാധനം, ഒരു ചെറിയൊരു സാധനം ഉണ്ടാവും. എന്തായാലും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ആഗ്രഹങ്ങൾ ഇപ്പോഴും ഉണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്.
അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. ഈ പീസ് ഓഫ് മൈൻഡ് ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ ഈ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്നതിന് ഇടയ്ക്ക് സ്വന്തം മനസ്സിന് വേണ്ടിയിട്ടുള്ള സ്പേസും ടൈമും ഒക്കെ കൊടുക്കാറുണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിനോദങ്ങളെ, മറ്റേ സിനിമയും പരിപാടിയൊക്കെ ആയിട്ട്. പിന്നെ ഈ ചില സമയത്ത് ഇങ്ങനെ മലയും കുന്നുമൊക്കെ കയറും ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കൊക്കെ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരും ഇല്ലാത്ത, അതായത് മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അല്ല, ആരും ഇല്ലാത്ത ഹിഡൻ ആയിട്ടുള്ള കുറേ മലയും കുന്നുമൊക്കെ ഇല്ലേ, അതൊക്കെ ചുമ്മാ വലിഞ്ഞ് സോളോ ട്രിപ്പൊക്കെ? സോളോ ട്രിപ്പായിട്ടൊന്നുമല്ല, ചിലപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും കുന്നായിരിക്കും. അപ്പോൾ അത് ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമായിരിക്കും. ചുമ്മാ ഇരിക്കുമ്പം നട്ടുച്ച പ്രാന്തൊക്കെ ആവും, വെയിലത്തൊക്കെ ആയിരിക്കും, ചുമ്മാ വലിഞ്ഞ് കയറും. ചെന്ന് ആ പീക്കിലെത്തുന്ന സമയത്ത് താഴോട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിൽ എന്തൊക്കെയോ പോയിന്റ്സ് വരും, എന്തൊക്കെയോ റിയലൈസേഷൻസ് വരും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇനിയും അടുത്ത ഷോ ഇനിയും എപ്പോഴാണ്? ഞാൻ പറയാൻ വന്നത്, ഞാൻ പാടത്ത് ക്രിക്കറ്റ് കളി കഴിഞ്ഞ് വരുന്ന പോലെ ഇങ്ങനെ വന്നതേ. ഞാൻ ഷോ കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ളൊരു പരിപാടിയില്ലായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്നാണ് ഇതിങ്ങനെ സംസാരിച്ചതായത്. അപ്പം ഷോ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഭയങ്കര നൈസ് പരിപാടിയായിരുന്നു കേട്ടോ. ഇപ്പം അവിടെ ഒരു പ്രൈവറ്റ് ഇവൻ്റ് ആയിരുന്നു. ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പീക്ക് എനിക്കൊരു ഓറ കിട്ടിയൊരു ഷോ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത്. എല്ലാവരും ഭയങ്കര ഇതായിട്ട് ഒരു ഷോ കഴിഞ്ഞിട്ട് ഇവർ പോവാതെ ഈ പറഞ്ഞ പോലെ നമ്മളിത് പിന്നെയും വന്ന് ഭയങ്കര സന്തോഷം തരുന്ന സാധനം. അപ്പം അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടിയാണ് ചിലപ്പോൾ എന്നെക്കൊണ്ട് ഇത്രയൊക്കെ സംസാരിപ്പിക്കുന്നത്. കാര്യം എൻ്റെ കഴിഞ്ഞ ഷോ ഭയങ്കര സക്സസ് ആയിരുന്നു എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിലുണ്ട്. അതിനൊരു ഒരു ഗൂസ്ബം മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് എൻ്റെ തലയ്ക്കകത്ത് കിടപ്പുണ്ട്. അതായിരിക്കാം ചിലപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിലും കുറച്ച് ഓപ്പണായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അടുത്ത ഷോ ഇനി മറ്റന്നാളുണ്ട്. പക്ഷേ ഇതെല്ലാം പ്രൈവറ്റ് ഷോസ് ആണ്. ഇപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നൊരു സാധനം, പബ്ലിക് ഷോസ് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് വന്ന് കാണാൻ എന്താണ് വഴി? പക്ഷേ പ്രൈവറ്റ് ഷോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫാമിലി അല്ലെങ്കിൽ അവരുടെ ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻസിലൊന്നും നമുക്ക് പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കാൻ പറ്റില്ലല്ലോ. അത് അവർ ഓർഗനൈസ് ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് ശരിക്കും പല ഷോസിൻ്റെ അപ്ഡേറ്റ്, ഞാനിപ്പം കൊച്ചിയിൽ ഷോ ചെയ്തു, പക്ഷേ അപ്ഡേറ്റ് വരുന്നില്ല. അത് കാരണം അവരുടെ പ്രൈവറ്റ് ഷോ ആണ്. നേരത്തെ എനിക്ക് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഇവൻറ്റിനെ ബാധിക്കും. പക്ഷേ സീക്രട്ട് ലെറ്റർ ഞങ്ങൾ നടത്തും പബ്ലിക്കായിട്ട്. മെൻ്റലിസ്റ്റ് എന്ത് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സീക്രട്ട് ലെറ്റർ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വന്ന് ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ അത് ഞങ്ങൾ അനൗൺസ് ചെയ്യും. ഒന്നുകിൽ സീക്രട്ട് ലെറ്ററിൻ്റെ പേജിൽ അല്ലെങ്കിൽ എൻ്റെ പേജിൽ ഇൻസ്റ്റാഗ്രാമിൽ അത് ഞങ്ങൾ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് പബ്ലിക് ഷോസ് വന്ന് കാണാം. ഞാൻ ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ അടുത്തത് ഉറപ്പായിട്ടും വന്നിരിക്കും. എന്നിട്ട് അഭിപ്രായം പറയണം. ഉറപ്പായിട്ടും. പിന്നെ അവിടെ ചെന്നാൽ കണ്ടിട്ടേ പോകുള്ളൂ. ഇനിയിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയുമല്ലോ, അറിയില്ലല്ലോ. പക്ഷെ ഭയങ്കര, അതായത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഭയങ്കര ഒരു ഓറ ഫീൽ ചെയ്യുന്നുണ്ട് അനന്തുവിന്. അത് ജന്മനുള്ളതാണോ ഈ വരുന്ന ഈ ഒരു, അതായത് ഫീൽഡ് ഇതായതുകൊണ്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തത് വല്ലതാണ്? ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഓറ ഉണ്ടാകുന്ന വെച്ച് ലൈക്ക് അതെന്താണെന്നറിയോ, സത്യം പറഞ്ഞാൽ എൻ്റെ ഫേസിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. അങ്ങനെ ഡീകോഡ് ചെയ്യാൻ ഒരു ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ കണ്ണിലെ ക്ഷീണവും ഉറക്കമില്ലായ്മയും സ്ട്രെസ്സും ഇതെല്ലാം എൻ്റെ ഫേസിൽ പ്രതിഫലിക്കും. പക്ഷേ നേരത്തെ പറഞ്ഞ സാധനം, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഷോയുടെ ഓറയാണ്. എനിക്കത് കഴിഞ്ഞ് കിട്ടിയൊരു ഹൈ ഉണ്ട്, ആ സാധനമുണ്ട്. പിന്നെ എന്നെ ഇവിടെ സാങ്കവി അല്ലേ, എന്നെ കുറേ നാളായിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേഷനിലുണ്ട്. അപ്പോൾ ഇതൊരു 3-4 മാസം എന്തോ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം എനിക്ക് വരാൻ പറ്റിയത്. അപ്പം അങ്ങനെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിട്ട് ഒരു ഇത് വരുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ അയ്യോ അവർ കുറേ നാളുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ട്, അത് നടക്കുന്നില്ലല്ലോ, ഇന്ന് എന്തൊക്കെ വന്നാലും ഞാനത് അറ്റൻഡ് ചെയ്യും. അത് ഇന്ന് രാവിലെ നമ്മളൊരു എൻ്റെ മാനേജറുമായിട്ട് സംസാരിച്ച് ആ ഒരു സമയത്ത് അവൻ എന്നെ വിളിച്ച സമയത്ത് ഞാൻ അപ്പോൾ ലോക്ക് ചെയ്തു, ഇനി അത് മാറ്റുന്ന പരിപാടി ഇന്ന് എന്തായാലും ചെയ്യും. അങ്ങനെ ചെയ്ത് ഉറപ്പിച്ച് വെച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇവിടെ വന്ന സമയത്തും ഞാൻ ആളിനെ കണ്ടപ്പോഴും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാനത് ചോദിച്ചത് നേരത്തെ വന്ന സമയത്ത് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടേ, കുറേ നാൾ കാത്തിരുന്ന് നമ്മൾ നടന്നൊരു മൊമെൻ്റ് അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഓറ അങ്ങനെ ആവാം. അതെ, എന്തായാലും മൊത്തത്തിലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് സമയം എത്ര പോയി എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ, ഇനിയിപ്പോൾ നോക്കണം എന്തായാലും. പക്ഷേ സമയപരിധി മൂലം തന്നെ ഞാൻ നിർത്തുകയാണ്. എനിക്കറിയാം ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ട്, ഇനിയും ഷോയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. പക്ഷെ ഇത്രയും എന്താ പറയണ, ഭയങ്കര അടിപൊളി ഒരു സെഷൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിജയ് സാറ് ഇതിൽ പറയുന്നൊരു ഡയലോഗ് ഇല്ലേ, നല്ല ചോദ്യങ്ങൾക്കുള്ള സമ്മാനമാണ് നല്ല ഉത്തരങ്ങൾ എന്ന് പറയുന്ന സാധനമില്ലേ, സോൾ അപ്പ് ടു യു. താങ്ക് യു മനസ്സെന്ന്. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. എന്തായാലും അടുത്ത ഷോയ്ക്ക് ഉണ്ടാവും, എല്ലാവരും ടീമായിട്ട് വാ, ഞങ്ങൾ ഉറപ്പായിട്ടും വന്നിരിക്കും. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനിയും എന്താ പറയുക, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ആഗ്രഹിച്ചതെല്ലാം കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്.